പ്രശാന്തിനെ കാണുമ്പോ തന്നെ വീട്ടുകാർ പണ്ട് തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. പ്രശാന്തിനെ കാണുമ്പോ തന്നെ ആ ഒരു വേദന പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടുമെന്നാണ് പറയുന്നത്. കരിയറിലെ വലിയൊരു അല്ലെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിരുന്നു ആ സിനിമ. പൊതുവേ ഇപ്പോ അജിനമോട്ടെ ആണെങ്കിലും അതുപോലെ തന്നെ ജാനേമൻ ആണെങ്കിലും എക്സെൻട്രിക് ആയിട്ടുള്ള സൈക്കോ കഥാപാത്രങ്ങളാണ് കൂടുതലും കരിയറിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലൗലിയിലേക്ക് വരുമ്പോ അതിന് സമാനത ഇവരുടെ സ്കൂളിൽ പഠിക്കുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള റോള് തന്നെയാണ്. കാരണം അത്തരം റോളുകൾ വരുമ്പോൾ പൊതുവെ പ്രശാന്ത് റിജക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ലൗലിയിലെ കഥാപാത്രത്തിന് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും? അയ്യോ ഇല്ല, ലൗലി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് മാത്രം പറയാൻ പറ്റും അല്ലെ. ആയിപ്പോവും അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകും അല്ലേ. ആവുന്നില്ല പക്ഷെ ആയി പോയേനെ. അതായത് ആ കഥാപാത്രം പ്രശാന്ത് ആയി ഇല്ല, സൈക്കോട്ടൊന്നും ഒരു ബന്ധമില്ല. നല്ല കഥാപാത്രമാണ്. പക്ഷെ കഥാപാത്രം ഒരു പ്രത്യേക ഒരു ഇന്നസെൻസ് ഉള്ള ഒരാള്. അത് പറഞ്ഞപ്പോ ഒരു ഇടി വെട്ടി.